ബിഗ് ബോസ് മലയാളം സീസൺ 7 അതിന്റെ പരിസ്ഥമാപി എത്തിയിരിക്കുകയാണ്. 25ഓളം മത്സരാർത്ഥികളായിരുന്നു ഇത്തവണ സീസണിൽ മറ്റൊരിക്കൽ എത്തിയത്. അതിന് പിന്നാലെ ഫിനാലെ വീക്കെൻഡിൽ നടന്ന മീഡിയക് എവിക്ഷനിലൂടെയാണ് ലെസ്ബിയൻ കപ്പിൾസായ ആദിലയും നൂറയും പുറത്തായത്. ആദ്യം പുറത്തായത് ആദിലയായിരുന്നു. 2 ദിവസത്തിന് ശേഷം നൂറയും ജനവിധി പ്രകാരം പുറത്തായി. ഇരുവരും മികച്ച രീതിയിൽ കളിച്ച മത്സരാർത്ഥികൾ തന്നെയായിരുന്നു. ആദില ഫൈനൽ 7ലും നൂറ ഫൈനൽ 6ലും ഇടം പിടിച്ച ശേഷമാണ് പൂർത്തിയായത്. അവസാന ആഴ്ചയിൽ ഇരുവരും ഹൗസിൽ നടത്തിയ ചില ഗെയിമുകളും പ്രവർത്തികളുമായും വോട്ടിനെ ബാധിച്ചതും ഫൈനൽ 5ൽ ഇടം പിടിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കിയതും. അവസാന ആഴ്ചയ്ക്ക് മുമ്പ് വരെ നൂറയ്ക്ക് അതിനേക്കാൾ ജനപിന്തുണയുണ്ടായിരുന്നു. ഫിനാലയ്ക്ക് വീക്ക് വരെ എത്താൻ സാധിച്ചെന്നും 97 ദിവസവും വരെ ഹൗസിൽ തുടരാൻ കഴിഞ്ഞതെന്നും ഭാഗ്യമായി കരുതുന്നെന്നും എന്നായിരുന്നു എവിക്റ്റായി പുറത്തു വന്നതിന് ശേഷം ചോദിച്ചപ്പോൾ ആദിലയുടെയും നൂറയുടെയും പ്രതികരണം. മീഡിയയ്ക്ക് എവിക്ഷനിലൂടെ പുറത്തായതിനാൽ ആദിലയും നൂറയും മോഹൻലാൽ ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് വിളിപ്പിച്ചു മാത്രമല്ല ഇരുവരുടെയും സംസാരിക്കുകയും ചെയ്തു. ബിഗ് ബോസ് ഹൗസിൽ ഇരുവരുടെയും ജീവിതം ക്രോഡീകരിക്കുന്ന വീഡിയോകളും ബിഗ് ബോസ് പ്ലേ ചെയ്തു. ശേഷം താൻ മുമ്പ് ഒരു എപ്പിസോഡ് നൽകിയ വാക്കിനെക്കുറിച്ചും മോഹൻലാൽ ഇരുവരെയും ഓർമ്മിപ്പിച്ചു. രണ്ടുപേരെയും താൻ ഒരിക്കൽ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുമെന്നാണ് മോഹൻലാൽ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ നൂറയോട് പറഞ്ഞിരുന്നത്. അതിന് കാരണം മറ്റൊരു മത്സരാർത്ഥികളായ വേദലക്ഷ്മിയായിരുന്നു. വേദലക്ഷ്മി ഇരുവർക്കുമെതിരെ ഹൗസിൽ വെച്ച് പറഞ്ഞ വാക്കുകളായിരുന്നു. ഫാക്ടറി ടാസ്ക് കഴിഞ്ഞ് അക്ബറുമായി ലക്ഷ്മി തർക്കിക്കുന്നതിനിടയിലാണ് ആദിലയും നൂറയും വീട്ടിൽ കയറ്റാൻ പോലും കൊള്ളാത്ത 2 പേരാണെന്ന് ലക്ഷ്മി പറഞ്ഞത്. ഇരുവരും ലെസ്ബിയൻ കപ്പിൾസായി ജീവിക്കുന്നു എന്നതായിരുന്നു കാരണമായ ലക്ഷ്മി അന്ന് പറഞ്ഞിരുന്നത്. അന്ന് ലക്ഷ്മിയുടെ പരാമർശം വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സോഷ്യൽ മീഡിയ വഴി മാത്രമല്ല, അങ്ങനെ ഒരു പരാമർശം നടത്തിയതിന് മോഹൻലാലും ലക്ഷ്മിയെ വിമർശിച്ചിരുന്നു. അതിനുശേഷമാണ് തനിക്ക് ഒരിക്കലും ആദിലയും നൂറയും മോശമാകാരാണെന്ന് തോന്നിയിട്ടില്ലെന്നും അവരെ താൻ എൻ്റെ വീട്ടിലേക്ക് കയറ്റുമെന്നാണ് മോഹൻലാൽ പറഞ്ഞത്. അന്ന് നൽകിയ വാക്ക് താൻ മറന്നിട്ടില്ലെന്നും അത് പാലിക്കണമെന്നും ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വെച്ച് ആദിലയും നൂറയും വീണ്ടും മോഹൻലാൽ ഓർമ്മിപ്പിച്ചു. ഞാൻ മുമ്പ് നൽകിയ വാക്കിൻ്റെ കാര്യം ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാണ് മോഹൻലാൽ സംസാരിച്ചു തുടങ്ങിയത്. 2 കൂട്ടർക്കും സൗകര്യപ്രദമായ ഒരു സമയത്ത് വീട്ടിലേക്ക് ക്ഷണിക്കാമെന്ന് മോഹൻലാൽ ഇരുവർക്കും ഉറപ്പു നൽകിയിരിക്കുകയാണ്. കയ്യടികളോടെയാണ് സദസ്സ് ഈ വാക്കുകളെ സ്വീകരിച്ചത്. മോഹൻലാൽ ഇക്കാര്യം വീണ്ടും പറയുമ്പോൾ ലക്ഷ്മിയുടെ മുഖമായിരുന്നു ഫോക്കസിൽ ഉണ്ടായിരുന്നത്. ഹൗസിൽ വെച്ച് അങ്ങനെ ഒരു പരാമർശം നടത്തിയ ലക്ഷ്മി പിന്നീട് അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും എങ്കിൽ ഷോയിൽ നിന്ന് എവിക്റ്റായി പുറത്തു വന്ന ശേഷം പഴയ പല്ലവി ആവർത്തിക്കുകയാണ് ചെയ്തത്. മീഡിയ ചോദിച്ചപ്പോഴും വീട്ടിൽ കയറ്റിൽ നിന്ന് നിലപാടിൽ തന്നെയായിരുന്നു ലക്ഷ്മി ഉണ്ടായിരുന്നത്. ലക്ഷ്മിയുടെ ഇല്ലയ്ക്കുള്ള കോട്ടാണ് ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ മോഹൻലാൽ നൽകിയതെന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. ഇല്ലാണ്ടായി ആദിലയും നൂറയും, ഇതിലും വലുതായി എന്താണ് വേണ്ടത്, കപ്പ് കിട്ടിയില്ലെങ്കിൽ എന്താ എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.